രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങളുടെയും ഒഴിഞ്ഞുമാറലുകളുടെയും പിന്നാമ്പുറങ്ങൾ. ഒരു പെൺകുട്ടി താൻ കടന്നുപോകുന്ന കടുത്ത ശാരീരിക മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് വേദനയോടെ വിവരിക്കുമ്പോൾ മറുപുറം കേട്ട ശബ്ദത്തിലെ മനുഷ്യത്വമില്ലായ്മയും ക്രൗര്യവും കേട്ട് കേരളം ഞെട്ടിയിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദത്തിൽ കേട്ട ആ നിർവികാരകത രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, മറിച്ച് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിലെ MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ചൂഷണ ആരോപണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതും എന്നാൽ ഏറ്റവും ശക്തവുമായ തെളിവാണ്. രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്തത്തെയും ധാർമ്മികതയെയും കുറിച്ച് നിർണായകമായ ഒരു സംവാദത്തിന് ഈ സംഭവം തുറക്കമിട്ടിരിക്കുന്നു. പുതിയ വെളിപ്പെടുത്തലുകൾ, നിർബന്ധിത ഗർഭധാരണവും ഭീഷണിപ്പെടുത്തി നടത്തിയ ഗർഭചിത്രവും. മുൻപ് പല ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അവയെല്ലാം നിഷേധിക്കാനും അവഗണിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന ശബ്ദരേഖ ഈ സാഹചര്യത്തെ പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. കേവലം ആരോപണങ്ങളിൽ നിന്ന് നിഷേധിക്കാനാവാത്ത തെളിവുകളിലേക്ക് ഈ വിവാദം മാറിയിരിക്കുന്നു. ഇരയുടെ വാക്കുകളും അതിനോടുള്ള രാഹുലിന്റെ പ്രതികരണവും അടങ്ങിയ ഈ ശബ്ദരേഖയാണ് നിലവിലെ രാഷ്ട്രീയ കോളിളക്കത്തിന്റെ കേന്ദ്രബിന്ദു. സംഭാഷണത്തിന്റെ കാതൽ ഇതാണ്. പുറത്തുവന്ന ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റുകളും പ്രകാരം ഗർഭിണിയാകാൻ നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഗർഭനിരോധന ഗുളിക കഴിക്കാമെന്ന് പെൺകുട്ടി നിർദ്ദേശിച്ചപ്പോൾ അതിനെ തടഞ്ഞത് മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന് പുറത്തുവന്ന ചാറ്റുകളിൽ വ്യക്തമാണ്. ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ താൻ തന്നെയാണ് അതിന് മുൻകൈയെടുത്തതെന്ന് രാഹുൽ നിഷേധിക്കുന്നില്ല. പിന്നീടുള്ള നിലവാര മാറ്റവും ക്രൂരമായ സമ്മർദ്ദവും. പെൺകുട്ടി ഗർഭിണിയായതോടുകൂടെ രാഹുലിന്റെ നിലപാട് മാറി. താൻ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പെൺകുട്ടി വിവരിക്കുമ്പോൾ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട്, വീട്ടിൽ അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നതിനെയൊക്കെ വെറുതെ ഡ്രാമ എന്ന് വിശേഷിപ്പിച്ച് പുച്ഛിച്ച് തള്ളുകയാണ് രാഹുൽ ചെയ്തത്. 1-ാം മാസത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ചോദിച്ച് അയാൾ ആ വേദനയെ പരിഹസിച്ചു. സംഭാഷണത്തിനിടയിൽ ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ കൊന്നുകളയുമെന്നും മുൻപ് ഭീഷണിപ്പെടുത്തിയ കാര്യവും പെൺകുട്ടി ഓർമ്മിക്കുന്നുണ്ട്. മുൻപ് പുറത്തു വന്ന മറ്റൊരു ശബ്ദരേഖയിൽ നിന്നെ ഇല്ലാതാക്കാൻ 1 നിമിഷം മതി എന്ന് രാഹുൽ ഭീഷണി മുഴക്കുന്നത് കേരളം കേട്ടതാണ്. തെളിവുകളുടെ ആധികാരികത. ന്യൂസ് മലയാളം 24/7 ആണ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടത്. എന്നാൽ ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ ഒഴികെ മറ്റെല്ലാ ടെലിവിഷൻ ചാനലുകളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാധ്യമലോകം ഈ തെളിവുകൾക്ക് നൽകുന്ന വിശ്വാസ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതികരണം കൂടുതൽ സംശയങ്ങൾക്കിടയാക്കുകയാണ്. ഇത്രയും വ്യക്തമായ തെളിവുകൾക്ക് മുന്നിൽ ഒരു ജനപ്രതിനിധിക്ക് എത്ര നാൾ ഒഴിഞ്ഞുമാറാനാകും? രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം നിഷേധമല്ല, നിയമത്തിന്റെ പുകമറ മാത്രമാണ്. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുമ്പോൾ ഒരു പൊതുപ്രവർത്തകന്റെ പ്രതികരണം നിർണായകമാണ്. സത്യസന്ധമായ ഒരു വിശദീകരണത്തിനാണ് പൊതുസമൂഹം കാതോർത്തുക. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിൽ കണ്ടത് വ്യക്തതയല്ല, മറിച്ച് തന്ത്രപരമായ ഒഴിഞ്ഞുമാറലുകളാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള മൗനമാണ് ആദ്യത്തേത്. പുറത്തുവന്ന ശബ്ദരേഖയിലുള്ളത് സ്വന്തം ശബ്ദമാണോ എന്ന് മാധ്യമപ്രവർത്തകൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറി. അത് തന്റെ ശബ്ദമല്ലെന്ന് അദ്ദേഹം ഒരിടത്തും നിഷേധിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. നിയമത്തിന്റെ വഴി തേടുമെന്ന പ്രഖ്യാപനമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. പഴയ നേതാക്കളും പുതിയ ന്യായീകരണവും. രാഹുലിന്റെ ഈ നിലപാട് കോൺഗ്രസിലെ മുൻകാല നേതാക്കളുടെ ശൈലിക്ക് കടകവിരുദ്ധമാണ്. ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കൾ എപ്പോഴും സംസാരിക്കുന്നത് ജനങ്ങളുടെ കോടതിയെയും മനസാക്ഷിയുടെ കോടതിയെയും കുറിച്ചായിരുന്നു. എന്നാൽ പരാതി പോലും നിലവിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിയമകോടതിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെന്ന വിമർശനം ശക്തമാണ്. ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ലെന്നും ആരോപണങ്ങളുടെ ഒരു പരമ്പര തുടർച്ചയായെന്നും മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം പൂർണ്ണമായും ബോധ്യപ്പെടുക. ആരോപണങ്ങളുടെ പരമ്പര എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഹൂ കെയേഴ്സ് മുതൽ പരാതി പ്രവാഹം വരെ. അപ്പോൾ പുറത്തുവന്ന ശബ്ദരേഖ ഒരു തുടക്കമല്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി സ്ഥിരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വഭാവ ദൂഷ്യ ആരോപണങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. അച്ചടക്കമില്ലാത്ത പെരുമാറ്റത്തിന്റെയും ചൂഷണത്തിന്റെയും ഒരു രീതി ഇതിനു പിന്നിലുണ്ടെന്ന് മുൻകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. നടി റിനി ആൻഡ് ജോർജ് ഒരു യുവ പ്രതിനിധി തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ച് നിരന്തരം ശല്യം ചെയ്തു എന്ന് വെളിപ്പെടുത്തിയതോടുകൂടെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമായത്. അന്ന് അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഹൂ കെയേഴ്സ് എന്ന ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് രാഹുൽ നൽകിയത്. ഈ പ്രയോഗം തന്നെ അദ്ദേഹത്തിനേക്കുള്ള സംശയങ്ങൾ ബലപ്പെടുത്തി. പാർട്ടിക്ക് മുന്നിലെത്തിയ പരാതികളുണ്ടായിരുന്നു. റിനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ KPCCക്ക് മുന്നിലേക്ക് ഒരു പരാതി പ്രവാഹം തന്നെ ഉണ്ടായി. വിവിധ പ്രായത്തിലുള്ള സ്ത്രീകൾ, എന്തിനേറെ മുതിർന്ന പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങൾ വരെ രാഹുൽ ലൈംഗിക താല്പര്യത്തോടെ ശല്യം ചെയ്തു എന്ന് പരാതി നൽകിയതായി വാർത്തകൾ പുറത്തുവന്നു. പാർട്ടിയുടെ നടപടി എന്താണ്? ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും വധഭീഷണി മുഴക്കുന്നതുമായ ആദ്യ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടെ പാർട്ടിക്ക് നടപടിയെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഭയന്ന് രാഹുലിനെതിരെ പാർട്ടി നടപടി സസ്പെൻഷനിൽ ഒതുക്കുകയാണെന്ന് വിമർശനമുണ്ട്. ഇത്രയും ഗൗരവമായ വിഷയങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പ്രതികരണം ഏകകണ്ഠമായിരുന്നില്ല. ഇത് പാർട്ടിക്കുള്ളിലെ ആഴത്തിലുള്ള ഭിന്നതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുറത്തുവന്ന ശബ്ദരേഖയുടെ ആഘാതം വളരെ വലുതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വമേധയാ പിന്തുണച്ചിരുന്ന കോൺഗ്രസുകാരെയും ലീഗുകാരെയും പോലും ഈ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു. ഈ വിഷയം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും മാത്രമല്ല രാഷ്ട്രീയ എതിരാളികൾക്ക് ശക്തമായ ഒരു ആയുധം നൽകുകയും ചെയ്തു. ഇതിനോടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരും മറബൂക്കി പുറത്തുകൊണ്ടുവന്നു. പ്രതിപക്ഷ കക്ഷികൾ ഈ അവസരം രാഷ്ട്രീയമായി ഉപയോഗിച്ചു. CPIM രാഹുലിന്റെ പ്രചാരണ വേദികളിൽ എത്തിച്ച കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചു. കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടില്ല എന്ന് പരിഹസിച്ചു. രാഹുലിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി BJP രാഹുലിനെ വെള്ളപൂശാനുള്ള കോൺഗ്രസ് ശ്രമം വിജയിപ്പിക്കില്ലെന്നും പ്രഖ്യാപിച്ചു. ഈ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കും ചേരിപ്പോരുകൾക്കുമിടയിൽ ഈ ക്രൂരതയുടെ യഥാർത്ഥ ഇരയുടെ നിശബ്ദത ആരും ശ്രദ്ധിക്കുന്നില്ല.
എന്തുകൊണ്ട് ഇരകൾ പോലീസിൽ പരാതി നൽകുന്നില്ല എന്നത് രാഹുലിനെ ന്യായീകരിക്കുന്നവർ നിരന്തരം ഉന്നയിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ആ നിശബ്ദത ആരോപണങ്ങൾ വ്യാജമായതുകൊണ്ടല്ല, മറിച്ച് അവർ നേരിടുന്ന ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും ഭീകരമായ അന്തരീക്ഷം കൊണ്ടാണ്. ഒരു ഔദ്യോഗിക പരാതി നൽകുന്നതിൽ നിന്ന് ഇരകളെ പിന്തിരിക്കുന്ന ഘടകങ്ങൾ പലതാണ്. നേരിട്ടുള്ള ഭീഷണി, നിന്നെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി എന്ന തരത്തിലുള്ള വധഭീഷണി ഒരു MLA-യിൽ നിന്ന് വരുമ്പോൾ ജീവഭയം സ്വാഭാവികമാണ്. KC വേണുഗോപാലിനെ പോലെയുള്ള ദേശീയ നേതാക്കളുടെയും PK ശ്രീകണ്ഠനെ പോലെയുള്ള MP-മാരുടെയും പിന്തുണ അയാൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇരകളെ നിസ്സഹായരാക്കുന്നുണ്ട്. സൈബർ ഗുണ്ടാ സംഘങ്ങൾ രാഹുലിനെ വിമർശിക്കുന്നവരും ഇരകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും വേട്ടയാടാനും സദാ സന്നദ്ധരായിരിക്കുന്ന ഒരു വലിയ സൈബർ സംഘം അയാൾക്കൊപ്പമുണ്ട്. PR ഏജൻസികളും താരങ്ങളും തൻവീർ ആമിനെയും അനുശ്രീയും പോലുള്ള സിനിമാ താരങ്ങളെ ഉപയോഗിച്ച് പ്രതിച്ഛായ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ഈ ഇരകൾ ഭയപ്പെടുന്നു. നിയമ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മറ്റൊന്ന്. ഇരകൾ പരാതി നൽകാൻ ധൈര്യപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യപൂർവ്വം നിയമ നടപടികളെക്കുറിച്ച് സംസാരിക്കുന്നത്. പരാതി ലഭിച്ചാൽ മാത്രമേ പോലീസിനും കോടതിക്കും ഇടപെടാൻ സാധിക്കുള്ളൂ. ആ വഴി അടച്ചുകൊണ്ടാണ് അയാൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നത്. ഇത്രയും ഭയാനകരമായ ഒരു സാഹചര്യത്തിൽ ഇരകൾ പരാതി നൽകാൻ മുന്നോട്ട് വരണമെന്ന് ശഠിക്കുന്നത് ന്യായമാണോ? അതോ തങ്ങളുടെ മുന്നിലുള്ള ശക്തമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേവലം വ്യക്തിയുടെ സ്വഭാവദൂഷ്യം എന്നതിനപ്പുറം കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിടുന്ന ആഴത്തിലുള്ള ഒരു ധാർമ്മിക പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. ഇതിനെ ഒരു ബന്ധത്തിലെ പ്രശ്നം മാത്രമായി ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നത് ഇതിലെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വ്യക്തമായതുകൊണ്ടാണ്. ഒരു വ്യക്തിപരമായ വിഷയമല്ല ഇത്. കാരണം ഗർഭനിരോധന മാർഗ്ഗങ്ങൾ തടഞ്ഞ് ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നു, ഗർഭിണിയാണി കഴിഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താൻ വധഭീഷണി മുഴക്കുന്നു, പിന്നീട് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ഏതോ ഗുളിക നൽകി അപകടകരമായ രീതിയിൽ ഗർഭചിത്രത്തിന് പേരിപ്പിക്കുന്നു. ഈ കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഇതിനെ ഒരു ക്രിമിനൽ കുറ്റമായി മാറ്റുന്നു. ഒരു കാലത്ത് കുറ്റിപ്പുറം മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് സ്വന്തം കോട്ടയിൽ അദ്ദേഹം പരാജയപ്പെട്ടത് ചരിത്രമാണ്. രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കപ്പുറം പൊതുസമൂഹത്തിലെ ധാർമ്മിക ബോധത്തിന് തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനാവുമെന്ന ഏറ്റവും വലിയ ഉദാഹരണമാണിത്. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലുള്ള ശക്തരായ ബന്ധുക്കൾ നേതൃത്വത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇത്രയും ശബ്ദിക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ടും ഒരാളെ ഇങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കുന്നു. സാംസ്കാരിക നായകർ ഈ വിഷയത്തിൽ മൗനം പാലിച്ചേക്കാം. പക്ഷേ കേരളത്തിലുള്ള ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകളായിരിക്കും ആ പാർട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുക.